കാറിലെ ഫസ്റ്റ് റൈഡ്. 6 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് 1 മണിക്കൂർ ലേറ്റ് ഉണ്ട്. കറക്റ്റ് 7 മണിയായപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വിടാൻ പറഞ്ഞു. അപ്പോൾ പോവാം. അങ്ങനെ നമ്മൾ അട്ടിബെല്ലയായി നമ്മൾ ബാംഗ്ലൂർ കർണാടക തമിഴ്നാട് ബോർഡറിൻ്റെ അവിടെ എത്തി. നമ്മളെന്നാൽ ഒരു ചായ കുടിച്ചിട്ട് വന്നു. ഈ വണ്ടി എടുത്ത് ഫസ്റ്റ് സർവീസ് ആവാത്തത് കൊണ്ടും ഇതെൻ്റെ സ്വന്തം വണ്ടി അല്ലാത്തത് കൊണ്ടും നമ്മൾ പതുക്കെയാണ് പോകുന്നത്, വളരെ പതുക്കെ. അതുകൊണ്ട് തന്നെ സാധാരണ എത്തുന്നതിനെക്കാട്ടി പതുക്കെ നമ്മളെത്തും. നമുക്ക് പോയിട്ട് ധൃതിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് റൈഡ് എന്നിട്ട് പതുക്കെ ഓടിച്ച് പോകുന്നു, ചായ കുടിച്ച് പതുക്കെ പോകുന്നു, അവിടെ ചെന്നിട്ട് വീണ്ടും ചായ കുടിക്കുന്നു. അങ്ങനത്തെ ഒരു ട്രിപ്പാണ്. പോവാം. അങ്ങനെ നമ്മൾ കർണാടക കടന്ന് തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്, ഹൊസൂരിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ചവിട്ടിയേക്കുവാണ്. ചേട്ടൻ പുറകിൽ പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുന്നു. അപ്പോൾ പുള്ളി വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ വണ്ടിയൊക്കെ ഓടിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇവിടുത്തെ വളരെ ഫേമസ് ആണെന്ന് നമുക്കറിയത്തില്ല. ചുമ്മാ വഴി കണ്ടൊരു സാധാരണ ഒരു ചെറിയ കടയിലേക്ക് നമുക്ക് പോയിട്ട് നോക്കാം. ഇവിടെ എവിടെ ഇറക്കി തിരിയുന്ന നമുക്കറിയത്തില്ല. നമുക്കകത്ത് കയറി നോക്കാം. പൊറോട്ടയൊക്കെ ഉണ്ട്. ഹെൽമെറ്റ് വെച്ച് മുടിയൊക്കെ ഒരുമാതിരിയായി. നമ്മൾ കഴിക്കാനായിട്ട് പൊറോട്ടയും ബോട്ടിയും പറഞ്ഞു. ബോട്ടി ബോട്ടിയും പൊറോട്ടയും വന്നിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് പൊറോട്ട. പെപ്പറോ? പെപ്പർ പൗഡർ, കാന്താരി മുളകാണോ പെപ്പർ കുരുമുളകല്ലേ? കുറച്ച് കുരുമുളക് കൂടുതലാണ് എന്നാണ് കവി ഉദ്ദേശിച്ചത്. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കരമായ എരിവ് കൂടുന്നില്ല. കുരുമുളകിൻ്റെ ഒരു ചുവയുണ്ടെന്നേ ഉള്ളൂ. പൊറോട്ട നല്ല സോഫ്റ്റ് അല്ലേ? പൊറോട്ടയും ബോട്ടിയും സമാപ്തം. ഇവിടെ രാവിലെ തന്നെ ബിരിയാണിയും ചിക്കയും ഒക്കെ റെഡിയാണ്. അപ്പം ചായയോടുകൂടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സമാപ്തം. ഏകദേശം പകുതി കൂടുതലോടി. ഇനി അത് 100 കിലോമീറ്ററും കൂടെ കണ്ടേ ഉള്ളൂ നമ്മുടെ സ്റ്റേയിലേക്ക്. ഇങ്ങനെ പായസം പോലത്തെ ചായ അല്ലേ? അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീണ്ടും വണ്ടി എടുത്ത് യാത്ര തുടരും. നമ്മൾ സേലത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നടുവൊക്കെ നോക്കി നാട്ടൊക്കെ നോക്കി അങ്ങനെ നമ്മൾ സേലം കയറി ടോളിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. നമുക്കൊരു കരിക്ക് കുടിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ നമുക്ക് തിരിച്ച് ഏർക്കാടേക്ക് പോകാം. അപ്പോൾ ഏർക്കാടിൻ്റെ എയർപിൻ വളങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അങ്ങനെ മൊത്തം 20 എയർപിന്നുള്ള ഏർക്കാടിൻ്റെ 19ാമത്തെ എയർപിൻ കൂടെ നമ്മൾ നിൽക്കുകയാണ്. ഇനി വെറും ഒരു എയർപിൻ കൂടെ പോവാം. ഒരു ചെയിൻ സ്മോക്കറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എത്ര നേരം വലിക്കാൻ വേണ്ടി നിർത്തുന്നു
അതേപോലെയാണ് ഇങ്ങേറെ കൊടുത്ത് നമ്മൾ പുറത്തോട്ടിറങ്ങിയ ചായ കുടിക്കാനായിട്ട്. പിന്നെ ഞാനും മോശമല്ലാത്ത നമുക്ക് അടുത്ത ചായ കുടിക്കാനായിട്ട് ഇവിടെ തന്നെ ഉള്ളൊരു ചായക്കടയിൽ കയറും. ഓൾറെഡി നമ്മൾ 4-5 സ്റ്റോപ്പ് ചായക്കട നിർത്തിയുണ്ട്. ഇത്തവണ വെറൈറ്റിക്ക് കാപ്പിയാണ് ഞാൻ പറഞ്ഞത്. നല്ല കാപ്പി. ഓൾമോസ്റ്റ് എത്തി. നമ്മുടെ റൂമിലോട്ട് പോയി നമുക്ക് ബാഗെല്ലാം വെച്ചിട്ട് പിന്നെ ഇറങ്ങണോ വേണ്ടെന്ന് അപ്പം തീരുമാനിക്കാം. ഞാൻ വിജയ് ഫാനൊന്നുമല്ല, പക്ഷേ ഇത് വളരെ മോശമായിപ്പോയി. ഇത് എഴുതിയേക്കുന്ന ദളപതി എന്നാണ്. നമ്മുടെയൊക്കെ അറിവിൽ ഒറ്റ ദളപതിയേ ഉള്ളൂ, അത് വിജയ്യാണ്. പക്ഷെ ഇവിടെ ദളപതി ഉദയനിധി എന്നൊക്കെ എഴുതിയേക്കുന്ന കുറച്ച് തൂമച്ചല്ലേ, വളരെ മോശമായി കേട്ടോ. നമ്മൾ ഏർക്കാട് ടൗണിൽ വന്നിട്ട്, ടൗണല്ല ജംഗ്ഷൻ മെയിൻ സ്ഥലത്ത് വന്നിട്ട് നെറ്റ് നോക്കിയപ്പോൾ നെറ്റില്ല. ലൊക്കേഷനൊക്കെ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് നമ്മളുടെ സ്റ്റേയിലെത്തി. ഇതാണ് BK ബീച്ച് ആൻഡ് റിസോർട്ട്. അപ്പം ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമില്ല, റൂം. ബാത്റൂമിൽ വൃത്തിയുണ്ട്. അമ്മേ, ബ്രഷൊക്കെ കൊണ്ടാ വന്നത്. കാരണം അറിയത്തില്ലല്ലോ ബ്രഷ് കിട്ടുമോ തോർത്ത് കിട്ടുമോ എന്നൊന്നും. പക്ഷേ ബ്രഷുണ്ട്, തോർത്തുണ്ട്, വെള്ളമുണ്ട്. വെള്ളം വളരെ നല്ലൊരു ബ്രാൻഡാണ്. സ്ലറിക്കൊക്കെ മേലെ ബിസ്പറി. നൈസ്. ഫിലിപ്പിൻ്റെ 200-250 കിലോമീറ്റർ വണ്ടി ഓടിച്ച് റൂമിൽ വന്നിട്ടിരുന്ന് രാമാഞ്ചരി കാണുക. ഇതിനാണോ വന്നത്? പുറത്തോട്ട് പോകണ്ടേ? ചാർജ് ഫോൺ ചാർജ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി നമ്മളപ്പോൾ ഉച്ചയല്ല വൈകിട്ടാവാറായി, 3 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നൈസായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇറങ്ങുവാണ്. ഇത് കുറച്ച് ഏറക്കാട് ആ മെയിൻ സെൻട്രൽ ടൗണിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ് ഈ ഏരിയ. അപ്പോൾ ഇതാണ് ഏറക്കാട് ടൗണ്. ലേക്കിനടുത്ത് തന്നെ നമുക്ക് ലളിതമായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. എഗ് മാഗി ഉണ്ട്, മോമോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് വേണമെന്നുള്ള പോലെ കഴിക്കാം. കാണുമ്പോൾ വലിയ മഞ്ഞായിട്ട് തോന്നിയില്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ എഗ് മാഗി കഴിച്ച് തുടങ്ങുകയാണ്. അടുത്തതായി ചുട് മോമോസ് വന്നിരിക്കുകയാണ്. കഴിയാം മോമോസ്. ഇത് പുകയിടും. 5 മിനിറ്റ് മുമ്പ് കഴിച്ചത് ലഞ്ച്. ഇപ്പം നമ്മൾ വൈകിട്ട് 4 മണി കഴിഞ്ഞുകൊണ്ട് ചായ കുടിക്കാം. ചോദിക്കുന്നതിനനുസരിച്ച് അപ്പം വറുത്ത് തരുന്ന ബജികളാട്ടോ. കാട്ടുപോത്ത് ഇങ്ങനെ കാട്ടുപോത്ത് കണ്ടൊന്നുമില്ല. ആപ്പടി ഇവിടെ വന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് നിന്നെ കണ്ടത്. അടുത്തതായി മുട്ട ബജി വന്നിരിക്കുകയാണ്. അവസാനമായി ഒരു ചായ വൈകിട്ടത്തേക്ക്. ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാക്കുന്നു. ഇവിടെ നിന്നകത്തേക്കാണ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് കയറേണ്ടത്. എൻട്രി ഫീസ് മാത്രം 10 രൂപ. പിന്നെ ബോട്ടിനാണെങ്കിൽ 200 രൂപ, 300 രൂപ, അങ്ങനെ പല പല റേറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കല്ല വൈകിട്ട് കഴിച്ച കടയുടെ തൊട്ടിപ്പുറത്തുള്ള ബാർബിക്യൂ കടയിൽ നിന്ന് നമുക്ക് ഡിന്നറാക്കാം. അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ കറക്കം കഴിഞ്ഞ് റൂമിൽ പോയി കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും രാത്രിയായപ്പോൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബാർബിക്യൂ അവിടെ നിന്ന് പാഴ്സൽ മേടിച്ചു, ഒരു ബ്രെഡ് ഓംലേറ്റും. അതാണ് ഇന്നത്തെ ഡിന്നർ. അങ്ങനെ മറ്റൊരു സുപ്രഭാതം പൊട്ടിപ്പുളർന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുന്നു. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 8 മണിയായി. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് ബാംഗ്ലൂർക്ക്. നമുക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ. അവിടെ നിന്നുകൊണ്ട് കുറേ മരങ്ങൾ നിറഞ്ഞ ഒരു പറമ്പിലേക്കുള്ള വ്യൂ.
അവിടെ ഏതാനും കുറച്ച് മയിലുകൾ നടക്കുന്നുണ്ട്. രാവിലെ ആയപ്പം തണുപ്പുണ്ട്. രാത്രി ഉണ്ടായിരുന്നു ഫാൻ പോയിട്ട് തണുപ്പുണ്ട്. രാവിലെ നല്ല തണുപ്പുണ്ട് ആക്ച്വലി. നമുക്ക് കുടിയെടുത്തിട്ട് നിൽക്കാം. അതാണ് എൻ്റെ ഒരു നല്ല പരിപാടി. അപ്പോൾ അത് സെറ്റ്. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചായ വന്നു. ചായ കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. റൂമിനെ വിട പറഞ്ഞുകൊണ്ട് തിരിച്ച് ബാംഗ്ലൂർക്ക്. ഈ വഴിയാണ് ഇന്നലെ വന്നത്. അവിടെ നിന്ന് ഇന്ന് നമ്മൾ പോകുന്നത് ഈ വഴി. ഇവിടെ നിന്ന് അങ്ങോട്ട് ബാംഗ്ലൂർക്ക് റൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. അതുവഴി പോയി നോക്കാം. ഏർക്കാട്, ബാംഗ്ലൂരിൽ ഏർക്കാട് പോലെ 3 വഴിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ മാപ്പിൽ കാണിച്ച വഴിയല്ല, മാപ്പിൽ കാണിച്ച ഈസി വഴിയല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ മറ്റേ സേലം കയറിയിട്ട് എയർപിൻ എടുക്കാണ്ട് ഒന്ന് കറങ്ങിയാണ് പോയത്. പക്ഷെ തിരിച്ച് വന്നപ്പം പഴയ റൂട്ട് എടുത്തു. ഏർക്കാട് ബാംഗ്ലൂർ പഴയ റൂട്ട് എടുത്തു. പക്ഷെ അത് ഇറങ്ങി വന്നപ്പം ഓഫ് റോഡ് കുറച്ച് കഷ്ടമാണെങ്കിലും പോകെ കൂടുതൽ കുറച്ച് കഷ്ടപ്പാട് കൂടുതലായിരുന്നു. കുറച്ച് ടൈം എടുത്ത് ഇറങ്ങി വരാൻ. 27 കിലോമീറ്റർ മല ഇറങ്ങി കാടിനകത്തോടെ ഓഫ് റോഡ് പിടിച്ച് നമ്മൾ ഇറങ്ങി വന്നു. പക്ഷേ ഇറങ്ങി വന്ന് താഴെ വന്നിട്ട് ചായം കുടിച്ചിട്ട് നമ്മൾ ജാഗ്രതയിലെ ചേട്ടനായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് സത്യത്തിൽ ദൂരക്കുറവ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 150 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾ സേലം വഴി മറ്റേ റൂട്ട് പോയിരുന്നതിനെക്കാട്ടും ദൂരം കടന്നതിന്. അപ്പോൾ ആക്ച്വലി ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് ദൂരം കുറവുള്ള വഴിയാണ്. അതുകൊണ്ട് കുറച്ച് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ റൂട്ടാണ്. പക്ഷെ അല്ല, കുറച്ച് ഈ സുഖകരമായി പോകണം എന്നുള്ളവർ ഒരിക്കലും ഈ വഴി എടുക്കരുത്. മറ്റേ എയർപിൻ വഴിയുള്ള പുതിയ വഴി തന്നെ എടുക്കുക. ഇത് കുറച്ച് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ സോ കോൾഡ് പഴയ നല്ലൊരു കട 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവാണ്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഏകദേശം എയർപിൻ കയറുന്ന 1 മണിക്കൂർ കൂട്ടിയാലും ബാക്കി 4.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പറഞ്ഞാൽ ഇതൊരു 1 മണിക്കൂർ കുറവാണ്. ഈ ഇറങ്ങി വരുന്ന കുറച്ച് ടാസ്ക്കുള്ള വഴിയാണെന്ന് മാത്രം. നമ്മളിത് ഈ മലയാണ് ഇറങ്ങി ഇങ്ങനെ ഈ വഴി വന്നത്. നമ്മൾ ആക്ച്വലി നടന്നു വരുന്ന സമയത്ത് 1-2 പേര് ലിഫ്റ്റ് വെച്ചോട്ടെ. കാരണം മലയിൽ വേറെ ഓപ്ഷനൊന്നുമില്ല, വേറെ വണ്ടിയൊന്നും പറ്റില്ല. ഇങ്ങനെ ലിഫ്റ്റ് അടിക്കുന്നവർ ചോദിച്ച് വരാമെന്നുള്ളതല്ല. 6-7 കിലോമീറ്റർ അവരിങ്ങനെ നടക്കും. പക്ഷേ നിർത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ വെച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഇറങ്ങി വരികയാണ്. അതിൻ്റെ അടുത്ത് ലിഫ്റ്റ് കൂടെ കൊടുത്താൽ പുള്ളി അവരെയും മറിച്ചിരുന്നു നമ്മളും മറിച്ചിരുന്നു ഓർത്തിട്ട് മാത്രം നിർത്തിയത്. പക്ഷേ അതിന് ഭയങ്കര ഒരു കുഴപ്പമില്ല. പക്ഷേ അവർക്ക് വേറെ ലിഫ്റ്റ് കിട്ടി അവർക്ക് താഴെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങി വന്ന് വെയിറ്റ് ചെയ്തപ്പോൾ കണ്ട് കൊടുത്തില്ലല്ലോ, 3 കിട്ടിയല്ലായിരുന്നു. അപ്പം നമ്മൾ ചായ കൂടി കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചെറിയ കട കഴിക്കുകയാണെങ്കിൽ ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തട്ടിയിട്ട് പിന്നെ മുന്നോട്ട് നീങ്ങാം. ഏകദേശം ബാംഗ്ലൂരെത്താൻ 100 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെ നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ കയറി. കുറേ ചായ ആയില്ല, ഇനി ഒരു വെറൈറ്റിക്ക് ജ്യൂസ് ആവാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് കൂടി കഴിഞ്ഞു. ഇനി ബാക്ക് ടു റോഡ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ കയറിയിരിക്കുകയാണ്. ഈ ബാംഗ്ലൂർ എത്തിച്ചേരിക്കും നമുക്ക് 2 പേർക്കും 2 വഴി. അപ്പോൾ ചേട്ടൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ചാച്ച കിട്ടുമെന്നോ? ശരിയെന്നോ? അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ അവിടെ നേരെ മുന്നോട്ട് നീങ്ങി മടിവാളിലെത്തി. അവിടെ നിന്ന് ദുനിയാവിക്കര നല്ല ബീഫ് ബിരിയാണിയും കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ആ ട്രിപ്പ് അങ്ങ് അവസാനിപ്പിച്ചു. ചായക്ക് എന്തൊരു നല്ല ഓറഞ്ച് കളറൊക്കെ ഉണ്ട്. അതൊന്നും കാര്യമാക്കാതെ അതങ്ങ് കുടിച്ചു. ദി എൻഡ്.